കോഴിക്കോട് ജില്ലയിൽ 157 ബൂത്തുകളിൽ രാത്രി വൈകിയും വോട്ടെടുപ്പ് നടക്കുകയാണ്. മലപ്പുറത്തും പൊന്നാനിയിലും 7 ബൂത്തുകളിൽ വോട്ടെടുപ്പ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വോട്ടെടുപ്പ് ഇപ്പോഴും തുടരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഫിജി പറഞ്ഞതുപോലെയാണ് 157 ബൂത്തുകളിൽ, പോളിംഗ് ബൂത്തുകളിൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുന്നു എന്നുള്ളതാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനിയിലുമായി 7 പോളിംഗ് ബൂത്തുകളിൽ കൂടി വോട്ടെടുപ്പ് തുടരുന്നു. രാത്രി വൈകിയും ഇങ്ങനെ വോട്ടെടുപ്പ് ഉണ്ടാകുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഫിജി, അത് പങ്കുവെക്കുകയാണ്. അതായത് 157 എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ 143 ആയി കുറഞ്ഞിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 1201 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിൽ 1073 ബൂത്തുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ വടകരയിൽ ഇനിയിപ്പോൾ 128 പോളിംഗ് ബൂത്തുകളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടത്താൻ ബാക്കിയുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് 1206 പോളിംഗ് ബൂത്തുകൾ ഉള്ളതിൽ 1191 എണ്ണത്തിൽ പൂർത്തിയായി. ഇനിയിപ്പോൾ 15 എണ്ണമാണ് കോഴിക്കോട് ബാക്കി. അങ്ങനെ രണ്ടു കൂടി കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ 143 പോളിംഗ് ബൂത്തുകളിൽ കോഴിക്കോട് ജില്ലയിലും 7 എണ്ണം മലപ്പുറം പൊന്നാനിയായി, മലപ്പുറം ജില്ലയിലുമായി, അങ്ങനെ 180ഓളം ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രധാനമായും രാവിലെ ഉണ്ടായ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ, അത് പരിഹരിക്കുന്നതിൽ ഉണ്ടായ വൈകൽ, ഇതൊക്കെയാണ് പ്രധാനമായും ഇങ്ങനെ വോട്ടെടുപ്പ് വൈകാനായി ഒരു കാരണം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയായി UDF ആരോപിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു ആരോപണം LDFന്റെ ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവകരമായ ഒരു ആരോപണം. പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ദിയാക്കി UDF പ്രവർത്തകർ വോട്ട് ചെയ്തു എന്നൊരു പരാതി LDF മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും നൽകിയിട്ടുണ്ട്. നാദാപുരം വാണിമേലിൽ 84 ബൂത്തിലാണ് UDF നേതാക്കൾ പ്രിസൈഡിംഗ് ഓഫീസർമാരെയും മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും ബന്ദിയാക്കി വോട്ട് ചെയ്തു എന്നൊരു പരാതി വന്നിരിക്കുന്നത്. അതിന്റെ വസ്തുതകളെല്ലാം പരിശോധിക്കപ്പെട്ടു വരികയാണ്. അതിനിടെയാണ് ഇപ്പോഴും രാത്രിയിലും പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ പറ്റിയ ഒരു നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ്. ഇത് പരിശോധിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫിജി. ശരി റിയാസ്.